ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നിരന്തരമായി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കണമെന്ന മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഇതിനിടയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ലയത്തിന്റെ വശത്തായി നിർത്തിയിട്ടിരുന്ന 2 ഓട്ടോറിക്ഷകളും മരത്തിനടിയിലായി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ബക്രീദ് ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇന്ന് വെളുപ്പിനെ 2:30 കൂടിയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. വണ്ടിപ്പെരിയാർ വാളാടി HML എസ്റ്റേറ്റിൽ താമസിക്കുന്ന മുത്തുലക്ഷ്മി, പുഷ്പം എന്നിവരുടെ വീടിന് മുകളിലേക്കും മനോന്മണി, ബാലമുരുകൻ എന്നിവരുടെ വീടിന് മുകളിലേക്കും ആണ് മരം കടപുഴകി വീണത്. ഈ സമയം ശക്തമായ മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർ ഉണർന്നു കിടക്കുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീടിന്റെ ഒരു വശത്തെ ആസ്പെറ്റോസ് ഷീറ്റ് വീടിനുള്ളിലേക്ക് വീഴുകയും മരം വീടിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തു. 3 കുട്ടികളും മുത്തുലക്ഷ്മിയും മുത്തുലക്ഷ്മിയുടെ മാതാവ് പുഷ്പവുമാണ് ഈ സമയം വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഇവർ പറയുന്നു. 60 വയസ്സിന്റെ 3 പിള്ളേരനാണുണ്ട്. എല്ലാം ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. 2:45 സംഭവിച്ചപ്പോൾ എന്നതായാലും പേടി ഇതുവരെ മാറില്ല. പിള്ളേരൊക്കെ ഭയങ്കര കാർച്ചയായിരുന്നു. ഇങ്ങോട്ട് എന്നിച്ച് പോകണം, എന്നാ ചെയ്യുന്ന അറിയത്തില്ലായിരുന്നു സാർ. അപ്പുറത്തുള്ള ചെറുക്ക് വന്നിട്ട് വിളിക്കുക, ഇങ്ങോട്ട് പോകാനാ, കറണ്ടൊക്കെ ഒന്നില്ലാതെ കൊണ്ട്. ഇനി ദൈവം കൊടുത്ത കൊണ്ടാണ് ഞങ്ങൾ രക്ഷിച്ചത്. പേടി, പിള്ളേരൊക്കെ കാർച്ചിട്ട് ഇതുവരെ വീട്ടിൽ കയറാതെ നിൽക്കുക. എന്നാൽ ഇതേ സമയം വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ലയത്തിനോട് ചേർന്നിരിക്കുന്ന അപകടാവസ്ഥയിലായ വൻമരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ളത്. ഇതോടൊപ്പം റോഡരികിലും മറ്റു വീടുകളുടെ മുകളിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന മരങ്ങളും മുറിച്ചു മാറ്റണമെന്ന്. മാനേജ്മെന്റ് ഇത് ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്നും ഈ മഴക്കാലത്തെങ്കിലും അടിയന്തര നടപടി ഉണ്ടായി അപകടാവസ്ഥയിലിരിക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടി നീക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് മനോന്മണിയും ഭർത്താവ് ബാലമുരുകനും പറയുന്നു. നൈറ്റ് ഡ്യൂട്ടി പോയി. ഞാനും പിള്ളേരും മാത്രം വരുന്നത്. സത്തം കേട്ട് വെളിയെ വന്നപ്പോ മൊത്തം അങ്ങനെ പൊട്ടി കിടക്കുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഇത് അങ്ങനെ അല്ലേ? പിന്നെ കമ്പനി പറഞ്ഞിരുന്നേ കമ്പനി ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കമ്പനി ചെയ്തിട്ടുണ്ട്. നേരത്തെ 2 വർഷத்துக்கு മുമ്പായിട്ട് ഇവിടെ ഒരു മരം, വലിയ മരം ഇരുന്നത്. അത് മുറിച്ചപ്പോ ഒരു കൊപ്പ് വിളുന്ന് ഇത് മൊത്തം പോയായിരുന്നേ. അതിന്റെ പണി ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞാലും ചെയ്തു തരാം. 2 ദിവസത്തേക്ക് ചെയ്യാം, 3 ദിവസത്തേക്ക് ചെയ്യാം. അതെ, അത്രേ ഉള്ളു. പിന്നെ ചെയ്താലും ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. ഇതിനിടയിലാണ് തൊട്ടടുത്ത ലയത്തിൽ താമസിക്കുന്ന രാജ എന്നയാളുടെ ഓട്ടോറിക്ഷ മരത്തിനടിയിൽ പെട്ട് പൂർണ്ണമായും ഇല്ലാതായത്. ഇതോടൊപ്പം സമീപത്ത് നിർത്തിയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും തകർന്നിട്ടുണ്ട്. ഇവരുടെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ മരത്തിനടിയിൽ പെട്ടുപോയതിൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യചിഹ്നവുമായാണ് രാജയും ഉള്ളത്. സംഭവം അറിഞ്ഞ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും MP, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇതേസമയം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി വെള്ളപ്പൊക്കവോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചതായും മുഴുവൻ റിപ്പോർട്ടുകളും ഇടുക്കി ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നും പെരിയാർ വില്ലേജ് ഓഫീസർ കൃഷ്ണകുമാർ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.